ലോകത്ത് യുദ്ധത്തിൻ്റെ കെടുതി നമ്മുടെ അടുക്കളകൾ വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ചെറിയത് ഉപ്പ്. ഇന്നലെ മൈസൂരിൽ നിന്ന് വന്നൊരു സുഹൃത്ത് ഉപ്പ് കച്ചവടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഉപ്പ് പാക്ക് ചെയ്യുന്ന കവറിന് 60% വില വർദ്ധിച്ചു. സാധനം കിട്ടാനുമില്ല. ഉപ്പ് വീട്ടിലെത്തുന്നില്ലെങ്കിൽ, അടുപ്പ് കത്തുന്നില്ലെങ്കിൽ എന്താണ് മനുഷ്യരുടെ സ്ഥിതി? അപ്പോൾ ലോകം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കെന്ത് എന്ന ചോദ്യം ഇല്ല. ലോകത്ത് എല്ലാവരെയും ബാധിക്കും. എന്നെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ഒരു മനുഷ്യനെങ്കിലും ബാധിക്കുന്ന പ്രശ്നം ലോകത്തുണ്ടെങ്കിൽ അതിന് എതിരെ നിലകൊള്ളുക. അത് അവസാനിച്ചു കിട്ടാൻ നമുക്ക് ചെയ്യാവുന്നത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. അതിൽ നാം വ്യാപൃതരാവുക. തിന്മയുടെ കൂട്ടാളികളോട് നാം രാജിയാവുക. അനധികൃതമായി രാജ്യങ്ങൾ കടന്ന് ആക്രമിക്കുക, മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. മുസ്ലിം രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മതപരമായ കാഴ്ചപ്പാടിൽ കൂടി വലിയ ഒരു തെറ്റാണ്. ഒരിക്കലും ഇറാനിൻ്റെ നിലപാടിനോട് മുസ്ലിം ലോകത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. ലോകത്തിന് മുഴുവനും അന്നം നൽകുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. യൂറോപ്യനും അമേരിക്കക്കാരനും ജാപ്പാൻകാരനും ചൈനക്കാരനും അവൻ്റെ അന്നത്തിൻ്റെ വക കണ്ടെത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. എന്തിനാണ് യാതൊരു പ്രകോപനത്തിനും ഇല്ലാത്ത ആളുകളെ ചൊറിയാൻ പോകുന്നത്? തികച്ചും അത് പ്രകോപനപരമാണ്. ഒരിക്കലും അതിനോട് കൂട്ടുനിൽക്കാൻ കഴിയുകയില്ല. അതേപ്രകാരം തന്നെ സാമ്രാജ്യത്വ ശക്തികൾ കാരണങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയിട്ട് കടന്നുകയറി ഓരോ രാജ്യത്തെയും നശിപ്പിക്കുകയും അതിനുശേഷം മിസ്റ്റേക്കായിപ്പോയി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, അതൊരു തെറ്റാണ് സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്ന നാടകമാണ് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നാം രണ്ടിനോടും രാജിയാകേണ്ടതുണ്ട്. നാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സമാധാനം തരണേ അല്ലാഹ്, സമാധാനം തരണേ അല്ലാഹ്, ഈ വിപത്തുകളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണേ അല്ലാഹ്. കേരളം, സൗത്ത് ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു പന്ത് കളിയുടെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ വീറും വാശിയുമാണ്. വാശിയോടുകൂടി തന്നെ മത്സരിക്കണം. അവിടെ സ്വന്തക്കാരനാണെന്ന് നോക്കി പന്ത് മുന്നോട്ട് നയിക്കാതിരുന്നാൽ ഗോളടിക്കാൻ കഴിയുകയില്ല. പക്ഷെ അതൊരിക്കലും എതിരാളിയുടെ കാലിന് അപകടം പറ്റാതെയും മൂക്കിന് തട്ടിപ്പോകാതെയും അവരുടെ മർമ്മത്തിടിക്കാതെയും പോകാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗോളടിച്ചാൽ ഒരാൾ വിജയിക്കും, മറ്റൊരാൾ വിജയിപ്പിക്കും. വിജയിച്ചവരും വിജയിപ്പിച്ചവരും സ്നേഹം പങ്കിടുന്ന ഏറ്റവും നല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സംസ്കാരത്തിന് കേരളം ഇൻഷാ അല്ലാഹ് സാക്ഷിയാവാൻ പോവുകയാണ്. നമ്മുടെ മസ്ജിദിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. അതുപോലെ പല മസ്ജിദുകളിലും പല കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കേരളത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെ ഒരു നാടാണ്. മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. ഒന്നാമതായി നാം അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വർഗീയത ഒരിക്കലും നമ്മുടെ നാടിനെ ഗ്രസിക്കാൻ പാടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങളും പകയും ഉണ്ടാവാൻ പാടില്ല. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ പാടില്ല. തീവ്രവാദപരമായ ആശയങ്ങൾക്ക് നാം ഒരിക്കലും ഒരു കൂട്ടുനിൽക്കാൻ പാടില്ല. ഈ നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല ആളുകൾ വിജയിച്ചു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തും ലോകത്തും മുഴുവനും സമാധാനം നിലനിർത്തട്ടെ, ശാന്തി നൽകട്ടെ.